ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മമ്പാട് ഒടായിക്കൽ പാർക്ക് ഉണ്ടല്ലോ, റിവർലാൻഡ് പാർക്കിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭീമിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ജ്യേഷ്ഠത്തിനും കുട്ടികളെയൊക്കെ കാത്തിരിക്കുകയാണ്. അനിയത്തിയും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ റോഡ് വണ്ടി പോണത് നിലമ്പൂർ ഭാഗത്തേക്ക്, ഇങ്ങോട്ട് പോയാൽ മഞ്ചേരി ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ മമ്പാട് റിവർലാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതെവിടെയെന്ന് ചോദിച്ചാൽ ഒടായിക്കലാണ് കേട്ടോ. വെക്കാനൊന്നുമില്ല. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിന് കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ മക്കളൊക്കെ ഇതാക്കണം തീവണ്ടി കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിക്കാണ്. അനിയത്തിൻ്റെ മക്കളും എൻ്റെ മകളും കേട്ടോ. പിന്നെ ജ്യേഷ്ഠത്തിൻ്റെത് കുറച്ച് വലുതായതുകൊണ്ട് ഇതിൽ കയറാൻ ഓൽക്ക് പറ്റൂല. പക്ഷെ ഓല് കയറുന്നതുണ്ട്, നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുട്ടികളും വലിയവരൊക്കെ ഉണ്ട് കേട്ടോ. വലിയവർക്ക് ചാടാനുള്ള സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും അതും ഇവിടെ ഉണ്ട്, കുട്ടികൾക്കുള്ളത് വേറെ ഉണ്ട്. എല്ലാം നല്ല സെറ്റപ്പിലാണ് കേട്ടോ ഇവരിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദൂരമൊന്നുമില്ല, നമ്മുടെ മമ്പാട് ആണ് കേട്ടോ, ഒടായിക്കലാണ്. അപ്പോൾ നമുക്ക് വെക്കാനൊന്നുമില്ല, നല്ല സൗകര്യത്തോടു കൂടിയാണ് കേട്ടോ അവർ ഈ ഒരു പാർക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാരും, പിന്നെ എന്താ വെച്ചാൽ ഇന്നലെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് പോയിട്ടുണ്ട്. പിന്നെ രാത്രി 9:30 വരെ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് മഗ്‌രിബ് നിസ്കാര സമയത്ത് വരുന്നവരുണ്ട്. കാരണം അപ്പോൾ പിന്നെ നല്ല വെയിൽ അറിയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ. ഞങ്ങളൊരു 5:30 മണിക്കാണ്, 6:30 പിന്നെ ഞങ്ങൾ പോകുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിബൂസിനും അമ്നൂസിനും ഐസൂനൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ കുട്ടീനെ കണ്ടില്ലേ, ഈ കുട്ടി വരെ ഇതിലിരുന്നിട്ട് ആടുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കാണല്ലോ അല്ലേ എല്ലാതും ഭയങ്കര ഇഷ്ടം ഉണ്ടാവുക. പല മോഡലുകളുള്ളതും ഈ ഒരു കുട്ടികൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്നായിട്ട് മാത്രമല്ല, ഊഞ്ഞാൽ ഐറ്റംസുകൾ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ വലിയവർക്കുള്ള അങ്ങനത്തെ സംഗതികളും എല്ലാതും ഒരു സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിരിക്കണം. മാഷാ അല്ലാഹ്, അവർക്കൊക്കെ വളരെ സന്തോഷമായിട്ടോ. ഇനിയിപ്പോൾ അമ്നു ഐസൊക്കെ നല്ലോണം ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലിനുമോളും റിയമോളും ഇതിൽ കയറ്റിയതിന് ശേഷം ആദ്യം ഓരോന്നായിട്ട് ആട്ടി നോക്കിട്ടോ. നിർത്തടാ നിർത്തടാന്ന് പറയും. ഭയങ്കര ചിറിട്ടോ. ഞാനും എൻ്റെ ജ്യേഷ്ഠത്തെയും അനിയത്തിയൊക്കെ. ഇവരാണെങ്കിൽ ഇതിൽ കയറുകയും ചെയ്തു. പിന്നെ പെട്ടിക്കാണ് കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. ഇത് രണ്ടും ജ്യേഷ്ഠത്തിൻ്റെ 2 മക്കളാണ് കേട്ടോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കുളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈദൂര്യക്കുന്നിലെ മൺചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കുളത്തിലെ താമരയോ, റസൂലുള്ളാഹ് വൈദൂര്യക്കുന്നിലെ മൺചരിയോ, ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ. അങ്ങനെ എല്ലാവരും കയറിയപ്പോഴും ഭയങ്കര രസമായിട്ടോ. ഇതിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മകൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. ഒക്കെ ഭയങ്കര പേടിയായിട്ട്. അപ്പോൾ റിയമോള് നല്ലോണം എന്നുള്ള ആട്ടി കൊടുത്തിക്കണ്. ഭയങ്കര രസം കേട്ടോ. ഒരുപാട് ചിരിച്ചിക്കണ് ഞങ്ങൾ ഇന്നലെ, മാഷാ അല്ലാഹ്. പിന്നെന്താ പറയുക, ഒരുപാട് കുട്ടികളും കൊണ്ട് കുറേ ആൾക്കാർ വന്നിങ്ങനെ. അപ്പോൾ ഓരോക്കെ ഇതേപോലെ തന്നെ ഓരോന്നിന് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങാനും വെച്ചാൽ അങ്ങോട്ട് എന്താ പറയുക, രസം കൊണ്ട് നമുക്ക് ഇറങ്ങാനും തോന്നണില്ല. അതേപോലെ ഈ ഫാമിലി അതേപോലെ തന്നെയാണ് കേട്ടോ. അതിലിരുന്ന്
അല്ലാതെ പിന്നെ അവർക്ക് ചിറി വരികയാണ്. ഭയങ്കര രസമായിട്ട് മാഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സ്കൂളില്ലാത്ത ദിവസങ്ങളിലും അതേപോലെ തന്നെ 4 മണി തൊട്ട് 9 മണി വരെ ഉണ്ടാവും കേട്ടോ. സ്കൂളില്ല ദിവസങ്ങളിലൊക്കെ പോവാം. എന്നും ഇവിടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇതിലേറെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. പിന്നെ വലിയവർക്കില്ലേ 3-4 കറങ്ങുന്ന സ്ഥലം അപ്പുറത്തുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എന്താ അപ്പോൾ അവിടെ പാമ്പ് ഐറ്റംസുകളും എല്ലാം കാണാനുണ്ട്. ഒരുപാട് ഇവിടെ കാണാനുണ്ട്. ഏതായാലും ഐസൊക്കെ ഒന്നല്ല വളരെ സന്തോഷത്തിലേന് കേട്ടോ. അമ്നും ഇപ്പം കൂടെയുള്ള ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ തന്നെ പഴയ ഡ്രസ്സ് ഇട്ട് പോകുന്നത് എന്താ വെച്ചാൽ അവർക്ക് വെള്ളത്തിൽ ചാടണമല്ലോ. അത് കാരണം ഞങ്ങൾ പഴയ ഡ്രസ്സ് ഇട്ട് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ റിയമോളും ലിനിമോളും ഹാദിയും ഒക്കെ അങ്ങോട്ട് ഭയങ്കര രസമായിട്ട്. അതേപോലെ ഞാൻ അവരോട് പറഞ്ഞു ഇതിലൊന്ന് കയറി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ലിനുവിന് വീഡിയോയിൽ കാണുന്നത് ഭയങ്കര മടിയാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് നീച്ചാൽ ഓലും തെറിച്ചെന്നെ ചെയ്യും കേട്ടോ. അത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ചിരിക്കണത് കേട്ടോ. അപ്പോൾ അവനുണ്ട് ഇരുന്നപ്പോഴാണ് പൊന്തുകയാണ്. അപ്പോൾ അവിടെ ഒരാൾ കറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. മാഷാ അല്ലാ, വളരെ സന്തോഷമായിട്ടോ. എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കര ഒരു ഇത് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് ഇരിക്കാനൊന്നും പറ്റൂലല്ലോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അങ്ങേ ഭാഗത്ത് നല്ല ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു റിവർലാൻഡിൽ. അപ്പോൾ ആരും ഈ സ്ഥലം മറക്കരുത്. നമ്മുടെ മമ്പാട് ഒടായിക്കലാണ് കേട്ടോ. ഇത് ദൂരമൊന്നുമില്ല. അതിന് ശേഷം മക്കൾ ഇതിൽ കയറുകയാണ്. അപ്പോൾ ഇതിലൊന്ന് കയറിയാൽ പിന്നെ ഇവരെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് കിട്ടൂല കേട്ടോ. ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. നിസ്കാരമൊന്നും നമ്മളിത് ഇവിടെ എത്തിയാൽ മുടങ്ങൂല. മഗ്‌രിബിൻ്റെ സമയമായാലും എല്ലാ സമയത്തും നിസ്കരിക്കാനും എല്ലാത്തിനുള്ള കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ആകാശത്തിനൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കുളത്തിലെ താമരയോ റസൂലുള്ളാഹ് വൈദൂര്യക്കുന്നിലെ മൺചരിയോ ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ ആകാശത്തിനൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽ കുളത്തിലെ താമരയോ റസൂലുള്ളാഹ് വൈദൂര്യക്കുന്നിലെ മൺചരിയോ ഹബീബുള്ളാഹ് വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ. അങ്ങനെ ഇനി അടുത്തത് ഇതിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നു ലിനും മക്കളും റിയമോളും ഒക്കെ. പിന്നെ വേറൊരു ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവരും കയറി. ഭയങ്കര രസമാണ് കേട്ടോ. പണ്ടൊരിക്കലും ഞാൻ ഇങ്ങനത്തേൽ കയറിയിട്ട് നിർത്തടാർന്ന് ഇങ്ങോട്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. നമുക്ക് ഇതുള്ള അറിയാനേ പറ്റുള്ളൂ. ഇങ്ങനത്തേലൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്പീഡിൽ പോണ കാണുമ്പോഴല്ലോ നമുക്ക് എന്താ പറയുക, സംഭവമൊക്കെ രസമാണെങ്കിലും എനിക്ക് പേടിയാണ്. ഭയങ്കര രസം കേട്ടോ. സ്പീഡ് വിട്ട് പിന്നെയും ഓന് സ്പീഡും കൂട്ടിട്ട് എത്ര സ്പീഡും വേണമെങ്കിൽ ഇവിടെ കൂട്ടാം. അത്രയ്ക്ക് രസമാണ്. പിന്നെ ഞങ്ങൾ മീനുകളെ കാണായിരുന്നു കേട്ടോ. മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ ആദ്യം നമുക്ക് അതിൻ്റെ ഉള്ളത്തൊക്കെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങി പോരുമ്പോൾ ഒരു മീനിന് തീറ്റ കൊടുക്കാനുള്ള തരും. നമ്മളെ കയ്യിൽ വന്ന് കൊത്തുട്ടോ. അപ്പോൾ വലിയൊരു യമുനെ കണ്ടില്ലേ പടച്ചോനെ. ഇതിങ്ങനെ രസമായിട്ട് അവിടെ നിന്ന് കുലുങ്ങൂട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ ഇതൊക്കെ കാണാം. ഞങ്ങളപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് പിന്നെ പാമ്പുകൾ വലിയ ഐറ്റംസുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ.
അപ്പോൾ മക്കളെ ഈ കാണുന്ന പാമ്പിനുണ്ടല്ലോ നമ്മളെ മേലെ ഒരു വെച്ച് തരും കേട്ടോ. നമുക്ക് കയ്യുമ്മൽ വേണമെങ്കിൽ വെച്ച് തരും, തലമ്മലൊക്കെ വേണമെങ്കിൽ വെച്ച് തരും കേട്ടോ. പക്ഷേ ധൈര്യം വേണം. പഠിച്ചോനെ ഞങ്ങൾക്കൊന്നും ധൈര്യം ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടു കേട്ടോ അവിടുന്ന്. പാമ്പിനെ തന്നെ നമുക്കൊക്കെ പേടിയല്ലേ. അപ്പോൾ ആ ഒരു പാമ്പിനെ പോലെ നമുക്ക് പറയുന്നിടത്തൊക്കെ തലയ്ക്കും കൈക്കൊക്കെ തരും. പക്ഷേ ഞങ്ങൾക്ക് പേടിയായിട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു സുന്ദരിയായ ഒരു തത്തമ്മ ഉണ്ടായിരുന്നു. അതിന് നല്ലോണമെന്ന് കളിപ്പിച്ചു കേട്ടോ. അതേപോലെ തന്നെ വേറെ പലവിധ പ്രാവുകൾ, തത്തമ്മകൾ, കോഴികൾ, അതേപോലെ തന്നെ പ്രാവ്, പിന്നെന്താ ലോബേസ്, മീൻ, എല്ലാ ഐറ്റംസുകളും ഈ ഒരു ഇവിടെ കാണാനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിരുന്നു കേട്ടോ ഇവരിവിടെ. പിന്നെ ഇതാക്കണം. അപ്പോൾ ഞങ്ങൾ മീങ്ങൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കാട്ടോ. അപ്പോൾ എൻ്റെ കയ്യേക്ക് വന്നപ്പോൾ എനിക്കൊരു ഇതായും ചെയ്തു. എന്നാലും ഒന്നും കൊടുത്തു കേട്ടോ. ഭയങ്കര രസം കേട്ടോ. മാഷാ അല്ലാ, ഇത് കണ്ടപ്പോൾ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഞങ്ങൾ കൊടുത്തു. ഭയങ്കര രസമായി തോന്നി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മക്കളെ. അപ്പോൾ കുട്ടികൾക്ക് മാത്രം തയ്യാറാക്കിയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ചെറിയതായിട്ടുള്ളത്. ഇവിടെ അനിയത്തിൻ്റെ മക്കളും എൻ്റെ മക്കളൊക്കെ നല്ലോണം ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓളൊപ്പം നിന്നിട്ടാണ് കേട്ടോ. ഒരു രണ്ടാളും ഒരേ പ്രായക്കാരായതുകൊണ്ട് ഓള് നല്ലോണം ഓലെ ശ്രദ്ധിക്കേണ്ടത്. നിബുവിന് കുറച്ചൊക്കെ അറിയും കേട്ടോ. ഓളെ വലിയ കുട്ടിക്ക് അപ്പോൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ. എൻ്റെ ഐസൂനൊക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പോകുമ്പോൾ പോലെ നല്ലോണം രണ്ടാളെ ഓരോ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് കേട്ടോ. ഐസും ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് പോകണോണ്ട് ഓക്ക് ഇവിടെയൊക്കെ അറിയും. പിന്നെ ഇതിന് മുമ്പ് ഒരു ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളിപ്പോൾ നിബൂസ് പോന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓനക്കും ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ അറിയും കേട്ടോ. പക്ഷെ അമ്നുവിനെ ഞങ്ങൾക്ക് ഭയങ്കര പേടി കേട്ടോ. കാരണം ഓന് ഇതുവരെ വന്നിട്ടുമില്ല. വെള്ളം കണ്ട എങ്ങനെയാണ് ആൾക്കാർ ഓൻ്റെ പ്രതികരണം എന്ന് അറിയില്ല. എന്തായാലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം എല്ലാവരും ഈ ഒരു തോണിയിൽ കയറി കേട്ടോ. ഐസു കയറി, അമ്നു കയറി, അതേപോലെ തന്നെ നിബുവും കയറി കേട്ടോ. അമ്നൊക്കെ നല്ല ശരിക്കും ഇതിൽ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം വെയ്ക്കണുണ്ട് കേട്ടോ. കറക്കി കൊണ്ടുപോയി. നിബുവും അതേപോലെ തന്നെയാണ്, ഐസൊക്കെ അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കളിക്കാനുള്ള ഇത് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ദൂരമൊന്നും അല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മൺപാട് ഒടായിക്കലാണ്. ആ പാലം കഴിഞ്ഞാൽ പിന്നെ ഇടത്തെ ഭാഗത്തേക്കുള്ള റോഡ് നേരെ ഇവിടേക്കാണ് കേട്ടോ. ഈ ഒരു പാർക്കൊക്കെയാണ്. ഈ പാർക്ക് അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. കാരണം എല്ലാവരും വന്നോലും കണ്ടോലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാക്കണ ഐസു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഓരൊക്കെ ഉണ്ടായപ്പോൾ. നമ്മൾ മക്കൾക്കുള്ള ഡ്രസ്സ് തോർത്തുമുണ്ടൊന്നും കൊണ്ടുപോകാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതേപോലെ തന്നെയാണ് ചായ, എണ്ണക്കടി ഐറ്റംസുകൾ, അതേപോലെ ഐസ്ക്രീമുകൾ, ജ്യൂസുകൾ എല്ലാം ഈ ഒരു കടയിലുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് ഇവിടേക്ക് എന്തിനും പുറത്തൊക്കെ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഐസ്ക്രീമുകൾ പല ഐറ്റംസുകളിലുണ്ട്. അതേപോലെ തന്നെയാണ് ഉള്ളിവട, കൊക്കവട, പഴംപൊരി എല്ലാം ലൈവായിട്ട് അവർ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു കെമിക്കലും ചേർക്കാതെ അല്ലെങ്കിൽ വാങ്ങാതെ ഒന്നുമല്ല. അവർ നമ്മളടിയിൽ നിന്ന് ലൈവായിട്ട് ഉണ്ടാക്കിയിട്ടാണ് തരുന്നത് കേട്ടോ. ചായകളുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സുകൾ നമുക്ക് ഇപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ മറന്നു പോയിക്കാണെങ്കിൽ അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീം വാങ്ങിയവരുണ്ട്, ഐസ് വാങ്ങിയവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നാണ്. അപ്പോൾ ലാസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ഒരു തോണി പോലത്തെ. നല്ല സ്പീഡാണ് കേട്ടോ ഇത്, അതുകൊണ്ട് പേടി. അപ്പോൾ ഇവരൊക്കെ വെള്ളത്തിൽ നിന്ന് നേരെ കയറി നിൽക്കുകയാണ്. അവിടെ ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇതിൽ ഇവർ ആടട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആടാണ് കേട്ടോ. മാഷാ അല്ലാ, ഇതിലൊക്കെ ആടുമ്പോൾ ഭയങ്കര രസമായി തോന്നുന്നു. പക്ഷേ എനിക്കിത് പേടിയായതുകൊണ്ട് കേട്ടോ ഞാൻ കയറാത്തത്. അപ്പോൾ മക്കളൊന്ന് കയറിയിട്ടുണ്ട്. നല്ല സ്പീഡിലാക്കി തരും. സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് പോരും അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഭയങ്കര രസമാണ്. അവർ പറഞ്ഞു പിന്നെ അതിൽ കയറാൻ അവർ നോക്കിയിട്ടോ. അപ്പോൾ ഇതാക്കണ അതൊക്കെ എല്ലാം നല്ല സൗകര്യത്തോടു കൂടിയാണ് കേട്ടോ ഇവരിത് തയ്യാറാക്കിയിട്ടുള്ളത്. ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കുളത്തിലെ താമരയോ, വൈദൂര്യക്കുന്നിലെ മൺചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ, വർണ്ണനയിൽ പാൽക്കടലാണോ, ആകാശത്തിലൊരമ്പിളിയാണോ, ആഴക്കടലിലെ മുത്തുകളാണോ,
വർണ്ണനയിൽ പാൽക്കടലാണോ അങ്ങനെ ഞങ്ങൾ അസർ നിസ്കരിച്ചത് അവിടെ എത്തിയിട്ടായിരുന്നു കേട്ടോ. മഗ്‌രിബ് വാങ്ങിക്കൊടുത്താൽ ഞങ്ങൾ അവിടുന്ന് പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മക്കൾക്ക് ഇതിലൊന്നും കൂടിയും കയറണം എന്ന് പറഞ്ഞപ്പോൾ മക്കൾ ലാസ്റ്റ് ഇതിലൊന്ന് കയറി കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.